ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 12 മുതൽ 16 വരെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ അവൻ പാപിയും തിന്മ നിറഞ്ഞവനും രോഗിയുമാണ്. പകർച്ചവ്യാധി ആയതുകൊണ്ടും അന്നത്തെ കാലത്ത് മരുന്നിൻ്റെ ക്ഷാമം മൂലവും ഇങ്ങനെയുള്ള കുഷ്ഠരോഗികൾ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. മതജീവിതത്തിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ 3 പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടിയാണ് കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഇവിടെ കുഷ്ഠരോഗി എന്താണ് ചെയ്തത്? അവനായിരിക്കുന്ന അവസ്ഥ എന്താണ്? സമൂഹത്തിൽ നിന്ന് മാറി ആരും കാണാത്ത ഒളിയിടങ്ങളിൽ പോയി താമസിക്കാൻ വിധിക്കപ്പെട്ടവൻ. ആ അവസ്ഥയിൽ നിന്ന് അവൻ മാറി സധൈര്യം പട്ടണത്തിൽ വന്ന് യേശുവിൻ്റെ അടുക്കൽ വരുന്നതായിട്ടാണ് നാം കാണുന്നത്. രണ്ടാമതായി അവൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തന്നെ യേശുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മൂന്നാമതായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയുള്ളവനാക്കണമേ. എൻ്റെ ഹിതമല്ല ദൈവഹിതമാണ് നിറവേറേണ്ടത് എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. നാലാമതായി ഈ പ്രാർത്ഥനയിലൂടെ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം, അവൻ്റെ ദൃഢനിശ്ചയം, ഞാൻ ശുദ്ധനാക്കപ്പെടും, ദൈവഹിതം ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധനാക്കപ്പെടും എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് നാം കാണുന്നത്. യേശു ഇതിന് തിരിച്ച് 4 കാര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. എന്താണ്? യേശു തൻ്റെ കൈ നീട്ടി അവനെ തൊട്ടു, എന്നിട്ട് തൻ്റെ ഹിതം അറിയിക്കുകയാണ്. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കപ്പെടട്ടെ. അവൻ ശുദ്ധിയുള്ളവനാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ കരുണ, ഈ ദയ, കൈനീട്ടി അവനെ സ്പർശിച്ച് അവനെ ശുദ്ധനാക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലും ഈ നോമ്പുകാലത്ത് തെളിഞ്ഞു വരട്ടെ. ഈ കുഷ്ഠരോഗിയെപ്പോലെ വിശ്വാസത്തോടെ ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ദൈവഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന നമ്മുടെ കരുണാമയനായ യേശുവിൻ്റെ മുമ്പിൽ നമുക്കും യാചിക്കാം. യേശുവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊടണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ വയലിലെ ഒരു വേലക്കാരിയോ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം നമുക്ക് ഏറ്റവും അനുഗ്രഹദായകമാകാൻ യേശുവിനോട് യാചിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.